എന്നെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എൻ്റെ സഹോദരന്മാരോടാണ്. ഇപ്പോൾ ഇവൻ്റെ പുകവലി മദ്യപാനമൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം. ചേട്ടനോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പോയിട്ട് വരാം. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വേടൻ എഫക്റ്റാണ്. അതായത് കുറച്ചു മുമ്പ് വേടൻ്റെ പാട്ടുകൾ കൊണ്ട് യുവാക്കൾ ഭയങ്കര തരംഗമായ ഒരു സമയമായിരുന്നു. പെട്ടെന്നാണ് കാര്യങ്ങളൊന്ന് തകിടം മറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ, ഒരു വലിയ മാസിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഇപ്പോൾ വേടൻ അതുപോലുള്ള ആളുകൾ. ഒന്നും അയാൾ കഞ്ചാവ് പിടിച്ചിട്ട് ആണ് സ്റ്റേജിൽ വരുന്നതെന്ന് അറിയുമ്പോൾ അയാളിൽ ആകർഷിക്കപ്പെട്ടിട്ടുള്ള കുറേ യുവാക്കളുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രോബ്ലം അല്ല എന്നൊരു ചിന്താഗതിയിലേക്ക് പോകാൻ, അത് ഇത്രയും ഇൻസ്പിറേഷൻ നടത്താൻ, ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇത്തരം ലഹരികളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതാണ്. വേടൻ അങ്ങനെ അല്ല എന്ന രീതിയിൽ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരാളല്ലല്ലോ എന്ന് പെട്ടെന്ന് ഇയാളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നു. അതിനുശേഷം ഇപ്പൊ ഈ വീഡിയോ വരുന്നത് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടതുപോലെ തന്നെ അദ്ദേഹം പത്രക്കാരുടെ മുന്നിൽ പറഞ്ഞൊരു വാചകം, അത് കുറച്ചുകൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് എനിക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട്, ഇതൊരു ബാഡ് ഹാബിറ്റ് ആണെന്ന് എനിക്ക് അറിയാം, ഇതൊന്ന് മാറ്റാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരു നല്ല മനുഷ്യനാവാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, പോയിട്ട് വരാം എന്ന് പറയുന്ന ആ വാചകം ഉണ്ടല്ലോ. അയാൾ ഒരു ചെറിയ ഇൻസിഡന്റ് വന്നപ്പോൾ ഇത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞു, അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ഞാനത് തിരുത്തി നല്ലൊരു മനുഷ്യനാവാൻ നോക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു വാചകം, അതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇൻസ്പിറേഷനാണ്, ഇൻസ്പയർ ചെയ്യും. ഇങ്ങനെ ആവണം കലാകാരന്മാർ എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിനുണ്ടായ ആ ഒരു മൈനസ് മാറ്റിയിട്ട് പുതിയ ജീവനോടുകൂടി യുവാക്കളിൽ നല്ല പാട്ടുകൾ കൊടുത്തുകൊണ്ട് ആർക്കൊക്കെയാണോ പ്രയാസമുള്ള അദ്ദേഹത്തിൻ്റെ വരികളും പാട്ടും അവർക്കൊക്കെ ഇനിയും പ്രയാസമുള്ള രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഇത്തരം മോശമായ കാര്യങ്ങൾ ഒരിക്കലും വലിയൊരു ജനതയൊക്കെ മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ കോൾമയർ കൊള്ളിക്കാനൊക്കെ പറ്റുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ വരാതിരിക്കട്ടെ എന്ന് അങ്ങനെ പ്രത്യാശിക്കുകയാണ്.